സുധാകരൻ ചേട്ടന്റെ പാടത്താണെങ്കിലേ ഒരു വലിയ മാവുണ്ട്. ആ മാവിന്റെ അകത്ത് ഇപ്പൊ നിറച്ച് മാങ്ങയായി കാണും. ഈ കൺമണിമോളും തുമ്പി ശിവാനി എന്നെ ആ മാങ്ങ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി എന്നെ വിട്ടത്. പക്ഷെ ആരും എന്റെ കൂടെ വന്നില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് ഇതിന് മാങ്ങ ഉണ്ടെന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടെ എന്റെ കൂടെ വരും. എന്തായാലും നോക്കിയിട്ട് വരാം. എന്റെ അമ്മയുടെ എന്തോരം മാങ്ങയുടേത്, കൊറേ ഉണ്ടല്ലോ, നിറച്ച് മാങ്ങ. ഹായ്, രണ്ടെണ്ണം പറിച്ചു തിന്നായിരുന്നു. പക്ഷെ വടിയൊന്നും എടുത്തില്ലല്ലോ അടിച്ചിടാനായിട്ട്. അവരെല്ലാരും കൂട്ടിക്കൊണ്ട് വരാം. വടിയും കവറും കൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവരാം. ഒരു 1/4 ഭാഗം മാങ്ങയെങ്കിലും പറിക്കണം. എനിക്കൊരു 5 മാങ്ങ വേണം, തുമ്പിക്ക് ഒരു 5 മാങ്ങ, കൺമണിമോൾക്ക് ഒരു 5 മാങ്ങ, പിന്നെ ശിവാനിക്ക് ഒരു 5 മാങ്ങ. ഇതെല്ലാം കൂടി 20 മാങ്ങയായല്ലോ. എന്റെ തിരുവോണം തന്നെ ഉണ്ടോ? 10-50 എണ്ണം ഉണ്ടോന്ന് തോന്നുന്നു. ഓ, വായന്ന് വെള്ളം വരുന്നു. ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം. അതുകൊണ്ട് നേരം സൗണ്ട് ഞാൻ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്ത്? ഞാൻ പോട്ടെ, പെട്ടെന്ന് അവര് വിളിച്ചോണ്ട് വരാം. ഞാൻ എത്തി. ചേട്ടൻ വന്നോ? സുധാകരൻ ചേട്ടന്റെ ആ മാവിൽ എന്തെങ്കിലും മാങ്ങ വല്ലതും ഉണ്ടോ? എന്റെ പോനെ, ആ മാവിന്റെ അകത്ത് നിറച്ചു മാങ്ങ. നമുക്ക് എല്ലാവർക്കും കൂടി 20 മാങ്ങ തികയല്ലോ. ഇല്ല, എനിക്കൊരു 10 മാങ്ങ വേണം. എന്നാ എനിക്കും 10 മാങ്ങ വേണം. എന്നാ എനിക്കും 10 മാങ്ങ വേണം. എന്നാ എനിക്കും 10 മാങ്ങ വേണം. അപ്പൊ നമുക്ക് പറിക്കേണ്ടത് 40 മാങ്ങയല്ലേ? അതെ, 40 മാങ്ങ നമുക്ക് എല്ലാവർക്കും കൂടെ. 40 മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കുമല്ലോ. അതെ ചേട്ടാ, 40 മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാ. ഞാനൊരു 10 മാങ്ങ പിടിക്കും. കൺമണിമോളുടെ പിന്നെ ശിവാനിയുടെ ഒരു 5 മാങ്ങ ഞാൻ പിടിക്കാം. അപ്പൊ ടോട്ടലി ഞാനൊരു 20 കിലോ പൊക്കും. 50 കിലോ ഒക്കെ പൊക്കും ഞാൻ. പിന്നെ എത്ര മതി? കാരണം കൺമണിമോള് ശിവാനി ചെറുതല്ലേ, അത്ര വെയിറ്റ് ഒന്നും പൊക്കത്തില്ല. 10 മാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ചേട്ടി, ഞാൻ ഈ കവർ എടുത്തിട്ട് വരാം. നമ്മൾ മാങ്ങ പറിക്കാൻ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു കമ്പ് എടുക്കാം. ശരി തുമ്പി, നീ പോയി കവർ എടുത്തിട്ട് വാ. ഇത് മതിയാ ചേട്ടാ കവറ്? ഇതെന്താടി, ഒരു കവറേ ഉള്ളല്ലോ. നമ്മൾ 4 പേരില്ലേ, 4 പേർക്ക് കൂടെ കവർ വേണ്ടേ? ചേട്ടാ, അകത്ത് വേറെ കവറൊന്നും ഇല്ല. അമ്മ ആണെങ്കിൽ പ്ലാസ്റ്റിക് വാങ്ങിയ വരുന്നവർക്കാണെങ്കിൽ കവർ മൊത്തം എടുത്ത് കൊടുത്ത്. ആദ്യമുള്ള കവർ എന്താ അവിടുന്ന് തപ്പി പിടിച്ചോണ്ട് വന്നു. ഇനി വേറെ കവറില്ല ചേട്ടാ. നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം, ഒരാൾക്ക് 2 മാങ്ങ പറിക്കാം. വേറെ എന്തെങ്കിലും കവർ കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ മാങ്ങ പറിക്കാം. നാളെ പോയി, നാളെ വൈകിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാങ്ങ പറിക്കാൻ പോവാം. അത് ശരിയാ, അതാ നല്ലത്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ 8 മാങ്ങ. എനിക്ക് 2, തുമ്പിക്ക് 2, കൺമണിമോൾക്ക് 2, ശിവാനിക്ക് 2. ഇതെല്ലാം കൂടെ 8 മാങ്ങയാകും. ചേട്ടാ, പറിക്കാൻ പോവാ. അപ്പൊ പെട്ടെന്ന് പോവാ, പെട്ടെന്ന് പോയാൽ അവിടെ പെട്ടെന്ന് എത്തും. എന്റെ പേടി എന്താന്ന് വെച്ചാൽ സുധാകരൻ ചേട്ടൻ അവിടെ അങ്ങനെ ഉണ്ടോന്നാ. ഈ സമയത്ത് കൃഷിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയം തോന്നുന്നു. അല്ലടി തുമ്പി, സുധാകരൻ ചേട്ടൻ നേരത്തെ വെള്ളം ഒഴിക്കും. 4 മണിയൊക്കെ ആകുമ്പോൾ. ഇപ്പൊ സമയം 5:30 ഇനി ആ പുള്ളി ആ കൃഷിത്തോട്ടത്തോട്ട് വരുത്തേയില്ല. രാവിലെ വന്നിട്ട് കൃഷിയൊക്കെ അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് പോയിട്ട് പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പോൾ വെള്ളം ഒഴിക്കും. അത്രേ ഉള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ കൃഷിയൊക്കെ മരുന്നൊക്കെ അടിക്കും. നമുക്കൊന്ന് പെട്ടെന്ന് പോവാം. ഇനി എങ്ങനെ സുധാകരൻ ചേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി, അതൊന്ന് നേരത്തെ പോവാൻ പെട്ടെന്ന്. ശരി ചേട്ടാ, പെട്ടെന്ന് പോവാ. വടി നമുക്ക് പോകുന്ന വഴിക്കെടുക്കാം. ശരി ചേട്ടാ. തുമ്പി, വടിയൊന്നും കാണുന്നില്ലല്ലോ. ശരിയാ ചേട്ടാ, വടിയൊന്നും കാണുന്നില്ലല്ലോ. ഇനി അങ്ങനെ മാങ്ങ അടിച്ചിടും. ചേട്ടാ, ഇത് ഏത് വഴിയാ? ഞാൻ ഇതുവരെ വന്നിട്ടേ ഇല്ലല്ലോ. ശിവാനി മോള് ഇതുവരെ ഈ വഴിയോടെ വന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ വരുന്നേ. പിന്നെ ശിവാനി ഈ വഴി കൂടെ നീ വരില്ല കേട്ടോ, കാരണം ഇത് ഇത്തിരി കുറുക്ക് വഴിയാ. ചിലപ്പോ കാടൊക്കെ ആകുമ്പോ തെറ്റിപ്പോവും വഴി. എനിക്ക് പിന്നെ നല്ലോണം അറിയാം വഴി. എനിക്ക് തുമ്പിക്കും കൺമണി മോൾക്ക് ഇച്ചിരി അറിയാം. അവൾ 1-2 പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട് ചുമ്മാതെ. ശരി ചേട്ടാ, ഞാൻ വരത്തില്ല നിങ്ങളുടെ കൂടെ അല്ലാതെ. എന്നാ നടക്കാം. ചേട്ടാ, വടിയുടെ കാര്യം എന്ത് ചെയ്യും ചേട്ടാ? നമ്മള് പോകുന്ന വഴിക്ക് കിട്ടുമായിരിക്കും. അതൊരു വടിയല്ലേ കിടക്കുന്നേ? പെട്ടെന്ന് എടുക്ക ചേട്ടാ വടി. നല്ലൊരു വടിയാണല്ലോ, നല്ല നീളം ഉണ്ടത്. വടി എടുത്തു. നല്ല നീളമുള്ള വടിയാണല്ലോ അത്. പക്ഷെ അത്ര നീളമൊന്നും ഇല്ല ചേട്ടാ, ഇതുകൊണ്ട് വാങ്ങിടാൻ പറ്റുമോ? തുമ്പി, എനിക്ക് നല്ല നീളം ഉണ്ടല്ലോ. എടി, ഈ വടിക്ക് നീളം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം എന്റെ കയ്യിൽ നല്ല നീളം ഉണ്ടല്ലോ. പെട്ടെന്ന് നടക്ക ചേട്ടാ. എല്ലാരും മാറ്. ഞാൻ ഈ വടിയും കൊണ്ട് മാങ്ങ അടിച്ചിടാം. ചേട്ടാ, ഈ മാങ്ങ എന്തല്ല പച്ച ഇട്ട് വല്ല ഒട്ടിച്ചെട്ടി കാണോ? എത്ര അടിച്ചിട്ടും വരുന്നില്ലല്ലോ മാങ്ങ. ആ സമയത്ത് ഇതേ സൗണ്ട് കേട്ട്. ഈ സൗണ്ട് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് വേറെ ആരെ സൗണ്ട് അല്ലേടി തുമ്പി? സൈറൺ ഹെഡ്. അതേടെ തുമ്പി, ആ സൈറൺ ഹെഡിന്റെ സൗണ്ട് അത്. അയ്യോ ചേട്ടാ, ഓടിക്കോ, നമ്മളെ സൈറൺ ഹെഡ് പിടിച്ചു തിന്നും. ചേട്ടാ, ചേട്ടന്റെ പുറകെ സൈറൺ ഹെഡ്. എന്റെ പുറകെ സൈറൺ ഹെഡ്. എന്റെ ഭഗവാനെ, സൈറൺ
രക്ഷപ്പെട്ടു. അയ്യോ ശരിയാ ചേട്ടാ. അയ്യോ എന്റെ അമ്മയെ പേടിച്ചു പോയി. അയ്യോ ശ്വാസം മുട്ടുന്നു. എന്റെ അമ്മ എന്തൊരു സാധനമാണ്. അയ്യോ ശ്വാസം മുട്ടിട്ട് വയ്യ. ഓടി ഓടി വയ്യ. എന്റെ പൊന്നെ ഇനി മാങ്ങാൻ വേണ്ട ഒരു തേങ്ങയും വേണ്ട. ഇനി ആ വഴിക്ക് പോയേക്കരുത്. എന്റെ പൊന്നെ നമുക്കറിയത്തില്ലായിരുന്നല്ലോ സുധാരൻ ചേട്ടന്റെ ആ പറമ്പില് സയർ ഹെഡ് ഉണ്ടെന്ന്. അയ്യോ എനിക്ക് തോന്നുന്നത് ഈ സയർ ഹെഡ് എവിടെ നിന്ന് വരുവാന്ന്. അയ്യോ ശരിക്കും പേടിച്ചു പോയി. അയ്യോ ഞാനും പേടിച്ച്. ഞാൻ ആദ്യമായിട്ടാ സയർ ഹെഡിനെ കാണുന്നേ. ഞാൻ വീഡിയോസിന്റെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സയർ ഹെഡിന്റെ ഓരോ കോമഡികളൊക്കെ. ഞാനടുത്ത് സയർ ഹെഡ് പാവം പിടിച്ച കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ ഉപദ്രവിക്കുന്ന സാധനമാണ് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഭഗവാനെ. അയ്യോ ഇനി ആരും പേടിക്കണം. നമ്മള് വീട്ടിലെത്തിയില്ല തിരിച്ച്. ഇനി ആ സുധാരൻ ചേട്ടന്റെ വീട്ടിന്റെ ആ വഴിക്ക് പോലും പോയേക്കരുത്. എന്റെ പൊന്നെ അമ്മേ വയ്യേ. അയ്യോ ബാ വെള്ളം കുടിക്കാച്ചിരി. ആ ശരി ചേട്ടാ. A few moments later. അയ്യോ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായല്ലേടി. അതെ ചേട്ടാ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. എന്തൊരു ഓട്ടമായിരുന്നു നമ്മളെല്ലാം കൂടെ. ഓ ഭാഗ്യം നമ്മളെ സാരഹഡ് ഒന്നും പിടിച്ചിരുന്നാത്തത്. എനിക്ക് ഏറ്റവും പേടിയായിരുന്നു കാര്യം എന്റെ തൊട്ട് പുറലല്ല സാരഹഡ് നിന്നേ. എന്റെ അമ്മ ആ സാരഹഡ് നമ്മുടെ വീട്ടിൽ വന്നോ? ചേട്ടാ നമ്മുടെ ഇവിടെ ആ സാരഹഡ് തല്ലി പോയിക്കോ? എനിക്കറിയത്തില്ല തുമ്പേ പേടി വന്നിട്ട് വയ്യ. ചേട്ടാ നമ്മുടെ വീട് വാർത്തതായോണ്ട് പേടിക്കണ്ടായിരിക്കും. ആ എന്താകും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ സയർ ഹെഡ് നമ്മളെ ഫോളോ ചെയ്ത് വന്നതാ. അല്ലെങ്കിൽ നമ്മുടെ മണം പിടിച്ചു വന്നതായിരിക്കും സയർ ഹെഡ്. ഈ സയർ ഹെഡിന് കണ്ണൊന്നും കാണത്തില്ലേ? അതെനിക്ക് അറിയത്തില്ല തുമ്പി കണ്ണ് കാണോ ഇല്ലേന്ന്. ആ സയർ ഹെഡിന്റെ സയറിന്റെ അകത്ത് ആ ഒരു പല്ല് കണ്ടില്ല. ആ പല്ല് വെച്ച് നമ്മളെ കടിച്ചു തിന്നാൻ പോകുന്നത്. മിണ്ടാരിയേട്ടാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓ ഞാൻ അതിന്റെ ഭീകരത പറഞ്ഞതല്ലേ ഉള്ളു. എന്തിനു പേടിക്കുന്നേ? പറഞ്ഞതുപോലെ അമ്മയും അമ്മൂമ്മയും കിടന്ന് ഉറങ്ങുമല്ലേ? ആ അവർക്ക് നല്ല ക്ഷീണം കാണും ജോലിയൊക്കെ ചെയ്തോണ്ട്. അമ്മയും അമ്മൂമ്മ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ആ സയർ ഹെഡിന്റെ സൗണ്ട് കേട്ട് എഴുന്നേറ്റിട്ട് അവർ പേടിക്കായിരുന്നു മതി. ഞാൻ ആദ്യം മാങ്ങ അറിയാൻ ചിലപ്പോൾ ഈ സൗണ്ട് കേട്ടു. പക്ഷെ ഞാൻ ആ സൗണ്ട് മൈൻഡ് ചെയ്തില്ല. നിങ്ങളുടെ എല്ലാവരും കൂടെ മാങ്ങ അറിയാൻ വന്ന സമയത്തില്ല ആ സൗണ്ട് കേട്ടിട്ട് എനിക്ക് സയർ ഹെഡ് എന്ന് പറയാൻ പറ്റിയേ. ഞാൻ ആദ്യം വന്ന സമയത്ത് മാങ്ങയുടെ കൊതിയിൽ ഇരുന്നോണ്ടേ ഞാൻ അതൊന്ന് മൈൻഡ് ചെയ്തേലും ഓടി വന്നു ഇങ്ങോട്ട്. ആ സയർ ഹെഡ് നമ്മുടെ വീടിന്റെ ചുറ്റും നടക്കുക. ഇവിടുന്ന് പോകാനൊന്നും ഉദ്ദേശമില്ലെന്ന് തോന്നല്ലോ സയർ ഹെഡിന്. കേട്ടോ ആ സയർ ഹെഡ് നടക്കുന്ന സൗണ്ടാ. സയർ ഹെഡിന്റെ വലിയ കാലില്ല അതുകൊണ്ട് ഇത്ര സൗണ്ട് കേൾക്കുന്നേ. അയ്യോ ചേട്ടാ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് എന്റെ അമ്മയെ കാണണം. അയ്യോ ശിവാനി ഇപ്പൊ പോലെ മോളെ. ആരെങ്കിലും പുറത്തിറങ്ങിയ സയർ ഹെഡ് കൈ കൊണ്ട് നമ്മളെ പിടിച്ച് വീഴുന്നു അങ്ങ്. ഈ സയർ ഹെഡ് പോകുന്നില്ലല്ലോ ഇവിടുന്ന്. സയർ ഹെഡ് വീടിന് ചുറ്റും നടക്കുവാണെന്ന് തോന്നല്ലോ. സയർ ഹെഡ് നടക്കുന്ന സൗണ്ടാ കേൾക്കുന്നേ. നമുക്ക് പെട്ടെന്ന് ഈ കാര്യം അമ്മൂമ്മയുടെ അമ്മയോടും പറയാം. അല്ലാതെ വേറെ വഴിയില്ല. ആ ശരി ചേട്ടാ നമുക്ക് ഈ നടന്ന കാര്യമൊക്കെ അമ്മൂമ്മയുടെ അമ്മയോടും പറയാം. അല്ലെങ്കിൽ ഇവരോട് പറയണോ? അവര് ചിലപ്പോ പേടിക്കും. എന്നാ വേണ്ട അവരോട് പറയണ്ട. ചേട്ടാ സയർ ഹെഡ് ആണെങ്കിൽ വാതിലിന്റെ ആ സൈഡിലുള്ള ജനാലെ കൂടെ നോക്കുന്നു ഇങ്ങോട്ട് നമ്മളെ. ശരിയാണല്ലോ. അങ്ങനെ നമ്മളെ നോക്കിയാ ആ സയർ ഹെഡ് വീട് തകർക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോവാം.